ഈ ഒരു സിനിമയിൽ വിനയൻ സാറിൻ്റെ ആ ഒരു ഗൈഡൻസ് ഈ ഒരു ക്യാരക്ടറിലേക്ക് നമുക്ക് ഇൻവോൾവ് ആകാനായിട്ട് എത്രമാത്രം സഹായിച്ചു? ഇല്ല, പുള്ളി വളരെയധികം റിസർച്ച് ചെയ്തിട്ട് എഴുതിയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണത്. മനോഹരമായിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണത്. ഇത്രയും ചരിത്രത്തെ ഇഷ്ടപ്പെടുന്ന ഒരു ആളാണ് പുള്ളി എന്നുള്ളത് ഞാൻ ഈ സിനിമയിൽ വന്ന ശേഷമാണ് മനസ്സിലാക്കുന്നത്. സാധാരണ പുള്ളി ചെയ്തിട്ടുള്ള എല്ലാം ഒരു കമേഴ്ഷ്യൽ പടങ്ങളും ലവ് സ്റ്റോറിയും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുറേ പടങ്ങൾ പുള്ളി ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇതിന് ഏറ്റവും അധികം പുള്ളി എത്രയോ വർഷം ഇരുന്ന് റിസർച്ച് ചെയ്ത് പല ബുക്സിൽ നിന്നും എടുത്ത സാധനങ്ങളൊക്കെയാണ് അതിനകത്ത് പുള്ളി റെഫർ ചെയ്തിട്ടുള്ളത്. മനോഹരമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ്. നമ്മുടെ നാട്ടിലെ ഒരു 100-125 വർഷം മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഇത്രയും അതിഗംഭീരമായിട്ടാണ് പുള്ളി അത് ചിത്രീകരിച്ചിട്ടുള്ളത്. വിനയൻ സാറിനെ പറ്റി പറയുമ്പോൾ തന്നെ കൂടെ നമുക്ക് ക്യാമറാമാൻ ഷാജിയെ പറ്റിയും പറഞ്ഞേ പറ്റൂ. ഷാജി മാത്രമല്ല, ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള ടെക്നീഷ്യന്മാരെല്ലാം തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടി ഇത്രയധികം എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് അതൊരു ഗംഭീര സിനിമയാണെന്ന് എല്ലാവർക്കും ബോധ്യമുള്ളതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ സുരേഷ് ചേട്ടൻ്റെ കാര്യം എടുത്ത് നോക്കുവാണെങ്കിൽ സീരിയൽ രംഗത്തു നിന്നാണ് സിനിമയിലേക്ക് കടന്നു വന്നത്. അതെ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീരിയലിൽ നിന്ന് വന്ന് സിനിമയിൽ തൻ്റേതായൊരു സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. ഒത്തിരി ആളുകൾ പറയുന്ന ഒരു മിത്താണോ എന്നറിയില്ല, സീരിയലിൽ നിന്ന് വന്ന ആളുകൾക്ക് സിനിമയിലേക്ക് എൻട്രി അല്പം ബുദ്ധിമുട്ടാണെന്ന്. എന്താ അതിനെപ്പറ്റി പറയാനുള്ളത്? അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. മിക്കവാറും പറയുന്നത് ശരിയാണ്. ഒരുപാട് നല്ല കഴിവുള്ള ആൾക്കാർ ടെലിവിഷൻ രംഗത്ത് ഇപ്പോഴും ഉണ്ട്. പക്ഷേ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ എന്നും ടി വിയിൽ കണ്ടുകൊണ്ട് ഒരു ഓവർ എക്സ്പോഷർ ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല. പിന്നെ ഇതൊരു ഭാഗ്യം കൂടിയാണ്. എനിക്ക് ആ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. സ്ത്രീ എന്നൊരു സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് വിനയൻ സാറിൻ്റെ അടുത്ത് നിന്ന് ഒരു കോൾ വരുന്നത് ആ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ പുള്ളി വിളിച്ചതുകൊണ്ട് ഞാൻ എന്നിവിടെ നിൽക്കുന്നു. ഒരുപക്ഷെ പുള്ളി വിളിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ എന്നും സീരിയലിൽ ചിലപ്പോൾ നിന്നിട്ടുണ്ടായിരിക്കണം. ആ ഒരു കാലത്ത് ഇനി ഞാൻ സിനിമയിൽ വരും അങ്ങനെ ഉള്ളിലൊരു തോന്നലുണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും സമയത്ത്? ഇല്ല, ഞാൻ അങ്ങനെയൊന്നും അധികം അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. ആക്ച്വലി ഞാൻ അന്നൊക്കെ മദ്രാസിൽ നിന്ന് വന്ന് പോകുന്നൊരു ആളാണ്. ഇവിടെ വന്ന് സീരിയലിൻ്റെ വർക്ക് വഴി നേരെ തിരിച്ച് മദ്രാസിൽ പോകും. അന്ന് തമിഴ് സിനിമയും അല്ലെങ്കിൽ അങ്ങനത്തെ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മലയാളത്തിൽ അങ്ങനെ എനിക്കാരും പരിചയമില്ല, ഒന്നുമില്ല. കരുമാടിക്കുട്ടൻ എന്ന സിനിമ ഒരുപക്ഷെ അഭിനയിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ സിനിമയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് ചോദിച്ചാൽ ഉത്തരമില്ല. ചിലപ്പോൾ വേറെ ആരെങ്കിലും ചിലപ്പോൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ. അതർവൈസ് ഞാൻ ചിലപ്പോൾ എപ്പോഴും ടി വിയിൽ ചിലപ്പോൾ നിന്നിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിക്ക് പോയിട്ടുണ്ടാവണം. ഇപ്പോൾ സീരിയൽ അഭിനയമാണോ അതെയോ സിനിമ അഭിനയമാണോ കൂടുതൽ കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത്? അത് രണ്ടും എനിക്ക് തോന്നുന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഓരോന്നിനും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വ്യത്യാസമല്ല നമ്മൾ ചെയ്യുന്ന ജോലികളൊക്കെ ഒന്ന് തന്നെയാണ്. ഈ പറയുന്ന പോലെ സിനിമയാണ് നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതും, അല്ലെങ്കിൽ സിനിമയാണ് എല്ലാവരുടെയും മനസ്സിൽ അവസാനം സിനിമ എത്തുക എന്നുള്ളതാണ് എല്ലാവരുടെയും മനസ്സിലുണ്ടാവുക. ടെലിവിഷൻ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ജോലി പോലെ, ഒരു സർക്കാർ ജോലി പോലെ രാവിലെ പോവുക വൈകുന്നേരം വരെ അഭിനയിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള സംഭവം കാര്യങ്ങളൊക്കെയാണ് സിനിമ. അന്ന് തന്നെ ഡബ് ചെയ്യുകയും വേണം, ഒത്തിരി സ്ട്രെയിൻ എടുക്കേണ്ട ഇതാണ്. ഇപ്പം ഞാനൊക്കെ അഭിനയിച്ച സമയങ്ങളിലൊക്കെ ഒരു മിനിറ്റ് ഇത്ര ഡ്യൂറേഷൻ, ഒരു ദിവസം ഇത്ര ഡ്യൂറേഷൻ എടുത്തു കഴിഞ്ഞാൽ കെ രാജീവൊക്കെ പാക്കപ്പ് ചെയ്യും. അതൊരു 16 മിനിറ്റൊക്കെ അന്ന് മതിയെങ്കിൽ ഇന്ന് 45-50 മിനിറ്റ് നിങ്ങൾ ഒരു ദിവസം ഷൂട്ട് ചെയ്യണം. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റിന് സീൻ വായിച്ചു നോക്കാനോ അല്ലെങ്കിൽ ഒരു ഡയറക്ടർക്ക് പറഞ്ഞു കൊടുക്കാനോ ഇതൊന്നുമില്ല. വന്ന് ഒട്ടും സമയം കളയാതെ എടുത്തെടുത്തെടുത്ത് ഇങ്ങനെ പോകണം. അതാണ് ഇപ്പോഴത്തെ ഒരു സംഭവം നടക്കുന്നത്. ഞാനൊന്നും ചെയ്യുമ്പോൾ അങ്ങനെയല്ലായിരുന്നു, ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു. പിന്നെ അന്നും ഈ ഇപ്പോഴും പറയാറുണ്ട്, അതുകൊണ്ട് തന്നെ സീരിയൽ ആർട്ടിസ്റ്റിലാർക്കും പിന്നെ ഡയലോഗൊക്കെ പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കണം. അവർക്ക് കാണാപ്പാടം പഠിക്കാനുള്ള സമയവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഞാൻ സീരിയലിൽ അഭിനയിക്കുന്ന സമയത്താണെങ്കിലും ഡയലോഗ് പഠിച്ച് തന്നെയായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. സിനിമയിൽ പ്രോംപ്റ്റിംഗ് ഇല്ല. ഇപ്പോൾ സിനിമയിലെ ഡയലോഗ് നമ്മൾ പഠിച്ച് തന്നെ പറയണം. അതുകൊണ്ട് പെട്ടെന്ന് അവിടുന്ന് ഒരാൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു വിറയലുണ്ടാവും. ഇത് പഠിച്ചെടുക്കാനുള്ള ഒരു സമയം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ എനിക്ക് സീരിയലിൽ ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് സിനിമയിൽ വന്ന ശേഷം എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഡയലോഗ് പഠിച്ച് തന്നെ പറയാറുള്ളൂ, അല്ലാതെ പ്രോംപ്റ്റിങ്ങിലും പരിപാടിയിൽ നിൽക്കാറില്ല. ഇപ്പോൾ സുരേഷ് ചേട്ടൻ ചെയ്ത ക്യാരക്ടേഴ്സ് എടുത്ത് നോക്കുവാണെങ്കിൽ ഹണിബി 2-ലെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണത്. സുരേഷ് ചേട്ടൻ്റെ ഫേസ് എൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ആ ഒരു ക്യാരക്ടറാണ് പെട്ടെന്ന് വരുന്നത്. ഞാൻ നേരെ തിരിച്ചു ചോദിക്കുവാണെങ്കിൽ സുരേഷ് ചേട്ടൻ ചെയ്തതിൽ അത്രമാത്രം സുരേഷ് ചേട്ടന് കൊള്ളാം, എനിക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയ ക്യാരക്ടർ ഏതാണ്? പല ക്യാരക്ടറും ഉണ്ടാവും, പക്ഷെ ഒരു ക്യാരക്ടറിനോട് ചെറിയൊരു ഇഷ്ടമുണ്ടാവും. നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോഴും പഴയ സിനിമകൾ കാണുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമ കാണുമ്പോഴൊക്കെ ഇനിയും നന്നാക്കാം, ഇനിയും ബെറ്റർ ആവണം, അല്ല ആ ഒരു ചിന്ത തന്നെ നമുക്കുണ്ടാവുള്ളൂ. ഞാനെപ്പോഴും കഴിഞ്ഞു പോയതിനെ പറ്റി ചിന്തിക്കാറില്ല, ഇനി വരാനുള്ളതിനെ പറ്റി ചിന്തിക്കാറുള്ളൂ. എനിക്ക് ഇതേ അടുത്ത മാസം 19-ാം നൂറ്റാണ്ട് ഉൾപ്പെടെ വരാൽ എന്നൊരു മൂവി, അനൂപ് മേനോൻ, കണ്ണൻ താമരക്കുളം, ഇതുപോലെ കുറേ ആർട്ടിസ്റ്റ് അഭിനയിച്ചിട്ടുള്ള സിനിമയാണത്. അത് ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടറാണ്.
എനിക്ക് ഏറ്റവും ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ടൈപ്പുള്ള ഒരു ക്യാരക്ടറാണത്. അതുപോലെ തന്നെ മഞ്ജു വാര്യരും സൗബിനും അഭിനയിക്കുന്ന ഒരു വെള്ളരിപ്പട്ടണം എന്നൊരു മൂവിയുണ്ട്. അതിലും എൻ്റെ ക്യാരക്ടർ ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഞാനിനി വരുന്നതിലേക്കാണ് ശ്രദ്ധ വയ്ക്കുന്നത്. പാസ്റ്റ് അത്രേ ഉള്ളൂ, അത് പോയി അത്രേ ഉള്ളൂ. പിന്നെ അങ്ങനെ നോക്കുവാണെങ്കിൽ ഇത്രയും വർഷമായി ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്നുണ്ട്. ഈ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കാനായിട്ട് സൗഹൃദങ്ങൾ എത്രമാത്രം ആവശ്യമാണെന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? സൗഹൃദവും ബന്ധങ്ങളും ഒക്കെ തന്നെയാണ് ഒരുപക്ഷെ ഞാനിപ്പോഴും ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ. അല്ലാതെ ഒരു ഭീകര പെർഫോമൻസ് കാണിച്ചിട്ട് ഇവിടെ നിൽക്കുന്ന ഒരാളല്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്യുന്നു. പക്ഷേ അതിലേക്ക് എത്തിപ്പെടുന്നതെല്ലാം തന്നെ എൻ്റെ സൗഹൃദങ്ങളാണ്. ഞാൻ സൂക്ഷിച്ചിട്ടുള്ള സൗഹൃദങ്ങൾ, ആ സൗഹൃദങ്ങൾ വഴി തന്നെയാണ് പല കഥാപാത്രങ്ങളും കിട്ടിയിട്ടുള്ളതൊക്കെ. ഇപ്പോൾ സച്ചി എന്നൊക്കെ പറയുന്ന നമ്മളെ വിട്ടുപോയ സച്ചിയുടെയൊക്കെ ഒരു ബന്ധം കൊണ്ടാണ് കുറച്ചൊക്കെ ഹ്യൂമർ ക്യാരക്ടറിലേക്ക് ഞാൻ മാറി വരാനുള്ളൊരു കാരണം. കാരണം റിയൽ ലൈഫിൽ ഞാൻ അങ്ങനെ ഒരു ബലപ്പെടുത്തുകാരനോ അല്ലെങ്കിൽ അങ്ങനത്തെ ആളൊന്നുമല്ല. ഭയങ്കരമായിട്ട് ഹ്യൂമർ ഇഷ്ടപ്പെടുന്ന ആൾ, അത്യാവശ്യം ഹ്യൂമർ പറയുന്ന ഒരാളും ഒക്കെയാണ് ഞാൻ. അപ്പോൾ അത് അടുത്ത് അറിയാവുന്ന, ഞങ്ങളൊക്കെ ഒരുമിച്ച് താമസിച്ച ആൾക്കാരാണ്. സച്ചിയും ബിജു മേനോനും ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് അറിയാം ഇവനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കാൻ പറ്റുമെന്നുള്ളത്. അത് ഒരു പക്ഷേ ആ ധൈര്യം വേറൊരു സംവിധായകനെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് കുറേ സിനിമകൾ, ഈ അനാർക്കലിയും അല്ലെങ്കിൽ ഷെർലക് ടോംസും ചേട്ടായിസ് എന്നുള്ള മൂവീസും ഒക്കെ വന്നത് അങ്ങനെയാണ്. സിനിമയിൽ വന്ന ശേഷം അധികവും മമ്മൂക്കയുടെ കൂടെയായിരുന്നു അഭിനയിച്ചത്. ആരംഭകാലത്ത് തന്നെ മമ്മൂക്കയുടെ അടുത്ത വലയത്തിലെത്താനുള്ള ഭാഗ്യം ലഭിച്ചയാളാണ്. അദ്ദേഹത്തിന്റെ ഭക്ഷണക്രമം കാണുമ്പോൾ തനിക്ക് വലിയ അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഇത്രയും പൈസയും ജോലിക്കാരുമുണ്ട്, എന്നാൽ പോലും അദ്ദേഹം കഴിക്കുന്നത് കുറച്ച് ഇല പുഴുങ്ങിയതും കപ്പലണ്ടി പുഴുങ്ങിയതും ഒക്കെയാണ്. ഒരാൾ അയാളുടെ തൊഴിലിനു വേണ്ടി മാത്രമാണ് ആരോഗ്യത്തെ ഇങ്ങനെ നിലനിർത്തുന്നത്. അത് തനിക്ക് പ്രചോദനമായെന്നും സുരേഷ് കൃഷ്ണ പറയുന്നുണ്ട്. മമ്മൂട്ടിയെ പരിചയപ്പെടുന്നതിന് മുൻപ് തന്റെ ആഹാര രീതി മോശമായിരുന്നു എന്നാണ് സുരേഷ് കൃഷ്ണ പറയുന്നത്. മമ്മൂട്ടി തന്നെ പ്രൊമോട്ട് ചെയ്തു എന്നറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ പുള്ളി പറയില്ല. സംവിധായകർ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ സമയത്തും ഇപ്പോഴും മമ്മൂട്ടിക്ക് കംഫർട്ടബിൾ ആയവരെ ആയിരിക്കും സിനിമകളിൽ കാസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ചോദിക്കുമ്പോൾ അവൻ കുഴപ്പമില്ല ഇട്ടേക്കെന്ന് പറഞ്ഞിരിക്കാം എന്നും സുരേഷ് കൃഷ്ണ പറയുന്നുണ്ട്. അതേസമയം മോഹൻലാലിനും മമ്മൂട്ടിക്കും സിനിമയോട് വലിയ ആത്മാർത്ഥതയാണ് ഉള്ളതെന്നും സുരേഷ് കൃഷ്ണ പറയുന്നു. കാരണം 102 103 ഡിഗ്രി പനിയുള്ളപ്പോഴും മോഹൻലാൽ അഭിനയിച്ചിട്ടുണ്ട്, അതും ഫൈറ്റ് രംഗങ്ങളിൽ. അതുപോലെ തന്നെ മമ്മൂക്കയുമായി സെറ്റിൽ സമയം ചിലവഴിക്കാനും ഇഷ്ടമാണ്. ഇവരാക്കിയത് സിനിമയാണ്. അതുകൊണ്ട് തന്നെ ആ നന്ദി ഇവർ ഇന്നും സിനിമയോട് കാണിക്കുന്നുണ്ടെന്നും താരം പറയുന്നു.